യാത്രയയപ്പ് പോലും നൽകാതെ അപമാനിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രശംസിച്ച് സംസ്ഥാന സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് മാതൃകാപരമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായിരുന്ന സമയത്ത് മന്ത്രിമാരുമായി ചർച്ച നടത്തിയത് സർക്കാർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിലെ വാദത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. SFIയും ഇടത് സംഘടനകളും വഴിയിൽ തടഞ്ഞിട്ടും ചെറുവിരലനക്കാത്ത സർക്കാരിന്റെ പ്രശംസ വാർത്തയാക്കി ദേശീയ മാധ്യമങ്ങളും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനും എസ് ശാലിനിയും ചേരുന്നു. ആദ്യം ജിഷ്ണുവിലേക്ക്. ജിഷ്ണു, മുൻ ഗവർണറെ അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിച്ച സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ നിലപാടായി പറഞ്ഞിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായിരുന്ന സമയത്ത് പ്രശംസനീയമായ രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്നുള്ളത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരമൊരു വാദം റഫറൻസ് കേസിൽ ഉന്നയിക്കുന്നത്? രോഹിണി, നിയമസഭകൾ പാസാക്കുന്ന ബില്ലിൽ ഒപ്പിടുന്നതിന് ഗവർണർക്കും രാഷ്ട്രപതിക്കുമെല്ലാം സമയപരിധി നിശ്ചയിച്ച വിഷയത്തിലാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയത്. അതിന്മേൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാദം പുരോഗമിക്കുകയാണ്. ഗവർണറുടെ ഭാഗത്തുനിന്നും ഒപ്പം ഈ സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഈ കേസിൽ വാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ തമിഴ്നാട്, കേരള സർക്കാരുകളുടെ ഭാഗത്തുനിന്നുള്ള വാദമാണ് സുപ്രീം കോടതിക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. ഈ വാദത്തിനിടയിലാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് അസ്ഥിരപ്പെടുത്താൻ, പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വലിയ ശ്രമം ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻപ് ഗവർണറായിരുന്ന, നിലവിൽ ബീഹാർ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചാൻസലറും സർക്കാരുമായി, അല്ലെങ്കിൽ ഗവർണറും സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിമാരുമായി കൂടിയാലോചനകൾ നടത്തി, മന്ത്രിമാരുമായി യോഗങ്ങൾ നടത്തിയ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമായിരുന്നു. അത്തരം ഇടപെടലുകൾ മാതൃകാപരമാണ്. ഗവർണർമാർ അത്തരത്തിലുള്ള ഇടപെടലുകളും നിലപാടും മാതൃകയാക്കണം എന്നൊരു വാദം സുപ്രീം കോടതിക്ക് മുൻപാകെ കേരള സർക്കാർ വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായി നോക്കുമ്പോൾ അത്തരം വാദത്തിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നമില്ല. പക്ഷേ മുൻപ് ഗവർണറായിരിക്കെ, സംസ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ നിലപാടുകളെയും ചോദ്യം ചെയ്യുകയും വലിയ പ്രശ്നം ഗവർണർക്കെതിരെ ഉന്നയിക്കുകയും ഗവർണർക്ക് ഔദ്യോഗികമായൊരു യാത്രയയപ്പ് പോലും നൽകാതിരിക്കുകയും സർക്കാരിൻ്റെ, അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന CPMൻ്റെ മറ്റ് സംഘടനകളെ, പോഷക സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഗവർണറെ വഴി തടയുകയും ചെയ്തിട്ടുള്ള അതേ ഇടത് സർക്കാർ തന്നെയാണ് സുപ്രീം കോടതിയിൽ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നടപടികൾ മാതൃകാപരമായിരുന്നു, മന്ത്രിമാരുമായി യോഗം ചേരുമായിരുന്നു തുടങ്ങിയിട്ടുള്ള വാദം ഉന്നയിച്ചിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ബീഹാർ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടികളെ പ്രശംസിക്കുന്നതും അത് മാതൃകാപരമാണ് എന്ന വാദമാണ് സംസ്ഥാന സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ സർക്കാരിൻ്റെ ആ വാദം എത്രത്തോളം പരിഹാസ്യമാണ് എന്നുള്ളത് കഴിഞ്ഞ, അതായത് 2025 വരെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് നിന്ന്, കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറുന്നതുവരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. നിലവിലെ ഗവർണർ അർലേക്കറും വളരെ കൃത്യമായി ചാൻസലറുടെയും ഗവർണറുടെയും നിലപാടുകൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുമതലകൾ എന്താണ്, അധികാരപരിധി എന്താണ്, അത് വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ സർക്കാരിൻ്റെ അധിക ഇടപെടലുകൾ ഒഴിവാക്കാനും, പ്രത്യേകിച്ച് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനം മുതൽ പിയൂൺ നിയമനം വരെ രാഷ്ട്രീയ ഇടപെടൽ നടത്താനാണ് ഇടത് സർക്കാർ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി, അല്ലെങ്കിൽ ഇടപെടൽ ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും അധികാരങ്ങൾ എന്താണ്, അതിൽ എത്രത്തോളം സർക്കാരിന് ഇടപെടാൻ സാധിക്കും എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും നിലവിലെ ഗവർണർ അർലേക്കറും എല്ലാം തന്നെ കേരളത്തിൽ ചെയ്യുന്നത്. അതിനിടയിലാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിലെ വാദത്തിനിടെ മുൻ ഗവർണർ, ഇപ്പോൾ ബീഹാർ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികൾ മാതൃകാപരമായിരുന്നു എന്നൊരു പ്രശംസ ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ. അതോടൊപ്പം ഇത് ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. രോഹിണി, തീർച്ചയായും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു മുൻ ഗവർണറുടെ നടപടികൾ മാതൃകാപരമായിരുന്നു എന്ന വാദത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ മുൻപ് ആ വ്യക്തി ഗവർണറായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളെയും എതിർക്കുകയും അതിനെതിരെ കോടതിയിലെത്തുകയും ഈ വിഷയങ്ങളിൽ വലിയ വാക്കുതർക്കം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുണ്ടായിരുന്നു. അതേ സംസ്ഥാന സർക്കാരാണിപ്പോൾ മറ്റൊരു ഗവർണർ സംസ്ഥാനത്ത് വന്നതിന് ശേഷം പഴയ ഗവർണർ അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ പഴയ ഗവർണറുടെ നിലപാടുകളും നടപടികളും മാതൃകാപരമായിരുന്നു, അദ്ദേഹത്തിൻ്റെ നടപടികൾ മറ്റു ഗവർണർമാർ മാതൃകയാക്കണം
നടപ്പാക്കണം എന്നൊരു വാദം രാജ്യത്തെ പരമോന്നത കോടതിക്ക് മുൻപാകെ, പരമോന്നത നീതിപീഠത്തിന് മുൻപാകെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശരി ജിഷ്ണു, ശാലിനി കൂടി ചേരുന്നു. ശാലിനി, അങ്ങേയറ്റം ആശ്ചര്യജനകമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കാരണം എങ്ങനെയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ SFIയും ഇടത് സംഘടനകളും എന്തിനാ മന്ത്രിമാരടക്കം വിമർശിച്ചത് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോഴൊക്കെ ആ ഒരു നിലപാട് സ്വീകരിച്ച് അങ്ങേയറ്റം തരം താണ നിലയിൽ ഗവർണറെ പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായിരുന്ന സമയത്ത് മാതൃകാപരമായ രീതിയിലാണ് പെരുമാറിയിരുന്നത്, എല്ലാ ഗവർണർമാരും ഇത് കണ്ടു പഠിക്കണം എന്നാണ്. എത്ര വിചിത്രമായി തോന്നുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2019 മുതൽ 2025 വരെ ഏകദേശം 6 വർഷക്കാലം ഗവർണർ ചുമതലയിൽ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം 2025 ബീഹാറിലേക്ക് അദ്ദേഹം മാറിപ്പോകുന്നത് ഗവർണറായി. അതുവരെ അദ്ദേഹത്തിനെ വിമർശിച്ച പൊതുവേദികൾ എവിടെ കിട്ടിയാലും അദ്ദേഹത്തിനെ നേരിട്ട് കടന്നാക്രമിക്കാൻ ശ്രമിച്ച അതേ ഇടത് സർക്കാർ തന്നെയാണ്, സർക്കാരിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അദ്ദേഹം മാതൃകാപരമായൊരു പ്രവർത്തനമാണ് കേരളത്തിൽ കാഴ്ചവെച്ചത്. മുൻ ഗവർണർ സ്വീകരിച്ചതിന് സമാനമായ നിലപാടുകൾ രാജ്യത്തെ എല്ലാ ഗവർണർമാരും സ്വീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ആശ്ചര്യത്തോടെ മാത്രമേ ദേശീയ മാധ്യമങ്ങൾക്കും കേരളത്തിലെ മലയാള മാധ്യമങ്ങൾക്കും അടക്കം അത് നോക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഒരു ഗവർണർ മാറിപ്പോകുമ്പോൾ അദ്ദേഹത്തിനെ പുകഴ്ത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ കുറിപ്പുകൾ എഴുതുക, അതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ അദ്ദേഹത്തിനെ തുടക്കം മുതൽ, അദ്ദേഹം വന്ന് 2019 മുതൽ 2025 വരെ അദ്ദേഹത്തിനെ എവിടെ കണ്ടാലും വിമർശിക്കാനായി മാത്രം ഒരു വേദി കണ്ടെത്തിയ, അദ്ദേഹവുമായി നേരിട്ട് കൊമ്പുകോർത്ത ഇടത് സർക്കാർ തന്നെ അത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അത് ആശ്ചര്യത്തോടെ മാത്രമേ നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിനെ പൊതുവേദിയിൽ ഇരുത്തിക്കൊണ്ട് വിമർശിക്കുക, ഒരുപക്ഷെ പല കാര്യങ്ങളും സർക്കാർ ചെയ്ത തെറ്റായ പല നടപടികളെയും അതിരൂക്ഷമായി വിമർശിച്ച ഒരു ഗവർണർ മുൻപ് കേരളത്തിൽ വന്നിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ SFI അടക്കമുള്ളവർ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തി, ഇടത് നേതാക്കന്മാർ വലിയ രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു, മന്ത്രിമാർ അടക്കമുള്ളവർ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. അങ്ങനെയൊക്കെ നടന്നതിന് ശേഷം വാർത്താ സമ്മേളനങ്ങൾ സ്ഥിരമായി വിളിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഗവർണറെ വിമർശിക്കുന്നൊരു സാഹചര്യം. അതുമാത്രമല്ല, സദാനന്ദപുരത്ത് ഒരു പരിപാടിക്കായി അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിനെ പൊതുനിരത്തിൽ SFI കരിങ്കൊടി കാട്ടി തടയുന്നൊരു പശ്ചാത്തലം. അവിടെയും ഒറ്റയ്ക്ക് നിലപാട് ശക്തമായി പറഞ്ഞുകൊണ്ട് അവർക്ക് മുൻപിലേക്ക് പോരിനെ വാടാ എന്ന് SFIക്കാരെ വിളിച്ചൊരു ഗവർണർ, അതായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തായാലും അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിൽ, ബില്ലുകളുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു അനുനയ നീക്കം അല്ലെങ്കിൽ കോടതിയിലടക്കം തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ശരിയായിരുന്നു, അല്ലെങ്കിൽ ഗവർണറാണ് ശരിയെന്ന് വരുത്തി തീർത്തുകൊണ്ട് മുഖം രക്ഷിക്കാനൊരു നീക്കം തന്നെ ആകാം ഇതെന്നുള്ളത് മാത്രമായിരിക്കും നമുക്കിതിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുക. എന്തായാലും ഏറ്റവും ഒടുവിൽ കണ്ണുള്ളപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയപ്പോൾ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ സുപ്രീം കോടതിയിലെ നിലപാട് മാറ്റം. രോഹിണി. ശരി ശാലിനി, യാത്രയയപ്പ് പോലും നൽകാതെ അപമാനിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രശംസിച്ച് സംസ്ഥാന സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് മാതൃകാപരമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായിരുന്ന സമയത്ത് മന്ത്രിമാരുമായി ചർച്ച നടത്തിയത് സർക്കാർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിലെ വാദത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ജിഷ്ണു കൃഷ്ണനും S ശാലിനിയുമാണ് വിവരങ്ങൾ നൽകിയത്.